എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല. അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ഒരു ബീഡിങ് എടുത്ത് അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബു കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. ഖുശ്ബു പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട. ഒരുമാതിരി വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വരുന്നുണ്ട് നാശം. മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറ് വെള്ളം എടുക്കൽ. പിന്നെ നീ നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ? എവിടേക്കാ നോക്കണേ? നിന്റെ അപ്പ നിന്റെയാ. നീ പോയി ഞാൻ കൂട്ടല്ല. അതിന് ഞാൻ പുള്ളി തുടങ്ങല്ലേ ഉസ്താദേ? എന്താ സുഖം തന്നെ അല്ലേ? ഒഴിക്കടാ, ഒഴിക്കേ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. പുറന്തേക്ക് എന്താ നോക്കുന്നേ? കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അറ്റ്മാഷ പേര് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടുത്തെ വരെ പോകണ്ടോ? നാണോ മനമില്ലാത്ത വൃത്തികെട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. മനീഷ, ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദേ? മനീഷ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. അങ്ങനെ പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴത്തി വീഴോടാ കാലമോടാ. അയ്യപ്പ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കടാ വെള്ളം. കുളിച്ചാട്ടെ. ഒന്ന് വേഗം ഇറങ്ങാശാനെ. ആളുണ്ട്. വരൂ. സേതുരാമ സാറ് പൂജാമുറിയിലെ.
സുദിനം, സുപ്രഭാതം. ഇരിക്കൂ. ബിസ്മില്ലാ ഖാന്റെ ഷഹനായി വല്ലാത്തൊരു മൂടാണ്. എന്താ പറയുക, ദിവ്യാനുഭൂതി എന്നൊക്കെ പറയില്ലേ? ശരിയാ. ഇരിക്കൂ. തിരുവമ്പാടിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ രക്ഷിക്കണം അവിടുന്ന്. എന്താ ഇത് ഈശ്വര? ആവനാഴിയിലെ അവസാനത്തെ അമ്പാണെന്നറിയാം. എന്താ അതെന്റെ പ്രശ്നം? പാർട്ടി ഇത്തവണ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് ഇതെല്ലാം തീരുമാനിച്ചു. ആ അലക്സാണ്ടർ ഗ്രൂപ്പും എനിക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുക. ഇത്തവണ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരും എന്നെ കൈയൊഴിയും. അപ്പൊ അലക്സാണ്ടർ ആണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് അല്ലേ? പിന്നിൽ നിന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ മുന്നിൽ നിന്ന് കുത്താറുണ്ട്. അലക്സാണ്ടറും തിരുവമ്പാടിയെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ പ്രശ്നം സോൾവ് ചെയ്താ പോരെ? അല്ല, അതിപ്പോ എങ്ങനെയാ? താൻ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു. അത്ര പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കുക, മത്സരിക്കുക, ജയിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ തിരുവമ്പാടി, പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം. എന്നും പുതിയതിനെ സ്വീകരിക്കുവാനാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യം. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ഈ സേതുരാമയ്യരുടെ പ്രവചനം ഒന്നും തെറ്റാറില്ല. താൻ ഇപ്പോഴേ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചു വച്ചോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സേതുരാമനെ സ്നേഹിക്കുന്നവനെ സേതുരാമൻ ഒരിക്കലും കൈവിടില്ല. അതാണ് സേതുരാമയ്യർ. ഞാൻ ഈ കച്ചവടമൊക്കെ നിർത്തി സേനവാനും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്കാം. നേരം വെളുക്കുമ്പോ തൊട്ട് മോന്തി ആണരുത് തുറന്നിട്ടിട്ട് എന്തിട്ടാനാ? കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പറ്റ. ഇന്ന തിന്നേനും കുട്ടിയേനും കാശ് വെച്ചാലോ വെക്കിട്ടേറാനും വരും. അച്ഛനക്ക് അവന്റെ ഒക്കെ പേരിൽ ലിസ്റ്റിംഗ് എടുത്താ അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്തിനാണ് മോനെ വയക്കിനും വെക്കാനത്തിനൊക്കെ പോണേ? മനസ്സുള്ളവൻ തരട്ടേന്ന്. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, ഓ നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. ആ അതെ, പുട്ടിനും പത്രികയുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. ഹസനിക്ക, ഓ ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ? എത്തിച്ചു വിടണം മോനെ. ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയമാവുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൻ. കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിൽക്കല്ലേ? ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യനുണ്ടോ? അടുപ്പത്തിൽ 3 ചായ കേട്ടെ. അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളാന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി എവിടാടാ പട്ടി കഴിവകമോൻ? അച്ചൂട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടക്കിൽ ഇട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ചാ ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ?
ഇനി ആരെങ്കിലും ഉണ്ടോ മുണ്ടയ്ക്ക് കഴിവേറികള് ഉണ്ടെങ്കിൽ വിളിയടാ. തന്ത ആരാണെന്നറിയില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാളാ ഈ അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. മനസ്സിലായടാ പുല്ലേ. ഓടാ. ആരാ മനസ്സിലായില്ല? ഞാൻ സിന്ധു, മേലേപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഇത് ഞാൻ എടുത്തോളാം. വാ മോള് വാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. മോക്ക് എങ്ങനെ മനസ്സിലായി? ഓ അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ? എനിക്കിവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവിടെ താമസിക്കാനോ? അതെ. എന്റെ കൂടെയോ? ചുമ്മാ തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തേച്ചി, ഞാൻ ഇപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മോക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളവും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടേച്ചാ ഞാൻ വരുന്നത്. എന്നാ അത് അവൻ തന്നെയാ, അച്ചൂട്ടി. അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു. മോക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തേച്ചി ഉള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക? അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ. ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയണതൊക്കെ പറഞ്ഞു. ഇനി മോളുടെ ഇഷ്ടം. ശാന്തേച്ചി എന്തെങ്കിലും വായിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ? പുതിയ നഴ്സാ? അല്ല, ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനെ ഒരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ.
അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കൊള്ളി, പത്രത്തിൽ വരുമല്ലോ. നമ്മൾ പോട്ടെ, സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. പിന്നെ കാണാട്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ ചൈനഭ. പാവം കുട്ടിയാ. ആ, മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നിർത്ത് അച്ചൂട്ടിയെ, അച്ചൂട്ടി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അറിയാമോ? എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങനെ ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. ഒരു പെരുന്നാളെ ഒരു കൂട്ടായി നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിട്ടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി. ചിഹ്നം. ഓക്കേ. വിട്ടോ. സേതുരാമ മുതലാളി കാണുന്നു പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്നറിയില്ല, കൂടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അതാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, വന്നോളും പോയിക്കോ. ഓ ഓ ഓ അങ്ങനെ ആയിക്കോട്ടെ. ഓ നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും, എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നോ? എടാ, മുതലാളിമാര് വിളിച്ച ഉടനെ ഓടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവൻ പണയം വെച്ചോണ്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ? തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരുണ്യം കൊണ്ടാ. എന്നെ പാർട്ടിയിൽ നിന്ന് കരിവേപ്പല പോലെ പുറത്തെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ. തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കുറെ അഴിമതികളൊക്കെ നടത്താൻ. തിരുവമ്പാട് സാർ മന്ത്രി ആവണമെന്നുണ്ടോ? അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ സേതു സാറേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ലേഡീസിനും ജെന്റ്സിനും ഒരേ സമയത്ത് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള എ വെൽ സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലബ്ബ്. ദേവയാനിയുടെ ആരോഗ്യപരമായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ബോഡി ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ ശങ്കയില്ലാണ്ട് കേറിച്ചല്ലോ. മോസ്റ്റ് വെൽക്കം. പക്ഷേ ഇതിനെല്ലാം സേതു സാറ് കനിഞ്ഞല്ലേ പറ്റൂ. ഇന്ന് വരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ. താങ്ക് യു. ഹലോ സാർ. ആ, വരാൻ പറയൂ. അവനാ അച്ചൂട്ടി. എന്തിനാ എന്നെ വിളിച്ചേ? ആ, എന്നാ ഞങ്ങളങ്ങോട്ട്. ആ. കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ്, അവനെ എനിക്ക് വേണം. എന്റെ 2 കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത്. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ്. അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടൻ നായർ അയച്ചതാ ഞാൻ. പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ, അവരെന്നും എനിക്ക് ഹരമാണ്. എനിക്കവനെ കണ്ടേ പറ്റൂ. അപ്പൂട്ടൻ നായരെ,